നമ്മൾ ഇപ്പം സോഡിയം 11ന്റെ കേസിൽ നമ്മൾ പറഞ്ഞു അവിടെ ഫൈൻ സ്ട്രക്ചർ ഉണ്ട്. ജെയുടെയും എല്ലിൻ്റെയും വാല്യൂ അനുസരിച്ച് P2 P3 ഹാഫ്സ് 2P1 ഹാഫ് 2S1 ഹാഫ് ഇങ്ങനെ എസ്സിൽ ഒരെണ്ണവും പിയിൽ 2 സ്റ്റേറ്റുകളും പോസിബിൾ ആണ്. ഇതിൽ 2P ഹാഫിൽ നിന്ന് S2S ഹാഫിലേക്ക് വരുന്നത് D1 ലൈൻ, അതുപോലെ 2P3/2ൽ നിന്ന് 2S1/2 വരുന്നത് D2 ലൈൻ. അപ്പം ആക്ച്വലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഫൈൻ സ്ട്രക്ചറാണ്. ഇനി പറയാൻ പോകുന്നത് ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ. ഇപ്പം നമ്മളൊരു ഫൈൻ സ്ട്രക്ചർ പറഞ്ഞാൽ അതിനകത്തും വേറെയെങ്കിൽ സബ് ലെവൽസ് കാണാം. ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ അത് ശരിക്കും ഇറ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ന്യൂക്ലിയസ് ആക്ച്വലി. കാരണം ഇതാണ്, ദ ന്യൂക്ലിയസിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞു. ഇപ്പം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിൻ്റെ സെൻറ്ററിൽ ഇരിക്കുകയാണ്. അപ്രോക്സിമേറ്റ്ലി ദ റേഡിയസ് ഓഫ് എ ന്യൂക്ലിയസ് ഈസ് ഈക്വൽ ടു 10⁻⁻14 മീറ്റർ അല്ലെങ്കിൽ 10⁻⁻4 ആങ്സ്ട്രോം. ഒരു ആങ്സ്ട്രോം 10⁻⁻10 അപ്പം 10⁻14 is very small compared to the distance between nucleus and electron. അത് ഫസ്റ്റ് പോയിന്റ് ആയിട്ടാണ് നിൽക്കട്ടെ. ഇവിടെ ഒരു ഇലക്ട്രോൺ ഇരിക്കുകയാണെങ്കിൽ ഈ ഇലക്ട്രോണിൽ നിന്ന് ന്യൂക്ലിയസിലേക്കുള്ള ദൂരത്തെ അപേക്ഷിച്ച് the size of the nucleus is very less. Size of the nucleus is very less compared to the distance between nucleus and electron. And also this nucleus, ഈ ന്യൂക്ലിയസിന് ഒരു സ്പിൻ ഉണ്ട്. This nucleus has a spin. നമ്മൾ ഇതുവരെ ഇലക്ട്രോണിന്റെ സ്പിന്നിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇപ്പം നമ്മൾ പറയുന്ന ഇന്റർഫെറോമീറ്റർ ഉണ്ടല്ലോ, ഇന്റർഫെറോമീറ്റർ, ഹൈ പ്രസിഷനുള്ള ഇന്റർഫെറോമീറ്റർ വെച്ച് നോക്കിയപ്പോൾ 1891 മൈക്കൽസൺ, നമ്മൾ പറയല്ലേ മൈക്കൽസൺ ഇന്റർഫെറോമീറ്റർ, മൈക്കൽസൺ ആണ് ആദ്യം പറഞ്ഞത് ഈ ന്യൂക്ലിയസിന്റെ സ്പിൻ മൂലവും ചില ഐസോട്ടോപ്പുകൾ, സെയിം ആറ്റോമിക് നമ്പറുള്ള ഐസോട്ടോപ്പ് തരുന്ന ആറ്റങ്ങളും ഹൈപ്പർ ഫൈൻ എഫക്റ്റ്, അല്ലെങ്കിൽ ഇപ്പം ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ 2 ലെവൽ എടുക്കുവാണ്. 2P3/2 ഇപ്പം 2P1/2 ആണെങ്കിൽ ഇതിനിടയ്ക്ക് തന്നെ പല ലെവലുകൾ കാണാം. ഫൈൻ സ്ട്രക്ചർ, ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഫസ്റ്റ് റീസൺ, ഡ്യൂ ടു ദ ന്യൂക്ലിയർ സ്പിൻ. ഡ്യൂ ടു ദ ന്യൂക്ലിയർ സ്പിൻ മൂലമോ or it is due to the isotope effect or isotopic effect. ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്നാ, സെയിം ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള എലമെന്റുകൾ. അങ്ങനെ ഐസോട്ടോപ്പിക് എഫക്റ്റ് തരാൻ പറ്റുന്നവർക്കും ന്യൂക്ലിയസിന്റെ സ്പിൻ എല്ലാവർക്കും ഉണ്ടെന്ന് പറയുന്നു. ന്യൂക്ലിയസിന്റെ സ്പിന്നും ഇതാകുന്നവർക്ക്, അങ്ങനെയുള്ള ചില ആറ്റങ്ങൾക്ക്, മേ ബി എല്ലാത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന പോലെ ഹൈപ്പർ ഫൈൻ സ്ട്രക്ചർ തരാൻ പറ്റുമെന്ന് 1991 മൈക്കൽസൺ
ഈ ഇന്റർഫെറോമീറ്റർ കണ്ടുപിടിച്ചു. ഇന്റർഫെറോമീറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. അതിനുശേഷം 1895 തന്നെ 97 തന്നെ ഫാബ്രി ആൻഡ് പെറോട്ട് രണ്ട് സയന്റിസ്റ്റോട് ചേർന്ന് ഈ എക്സ്പ്ലെയിൻ ചെയ്തു. ഇതിന്റെ കാരണം ഇതാണ്. ദേ എക്സ്പ്ലെയിൻ ദ ഹൈപ്പർഫൈൻ എഫക്റ്റ് യൂസിങ് എ ഹൈ റെസൊല്യൂഷൻ ഇന്റർഫെറോമീറ്റർ. ഇന്റർഫെറോമീറ്റർ ഉപയോഗിച്ചെന്നും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. യൂസിങ് ഹൈ റെസൊല്യൂഷൻ interferometer. Okay, actually these are the basic things about the hyperfine structure. So in some atom or molecule, some hyperfine structure of the spectral levels are present. It is explained by Michelson and Fabry and Perot by using very high resolution interferometer. They found that in some atom or molecule in which the nuclear spin and isotopic effect gives the Feinstein structure. Clearly, Ashna? Hello? Harida, clear ayo? മനസ്സിലായി sir. Seeman effect. First point എന്ന് പറഞ്ഞാല് it is a magneto-optical phenomenon. Magneto-optical എന്ന് പറഞ്ഞാല് when we apply a magnetic field, the optical property is varied എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ നമ്മളൊരു സ്പെക്ട്ര തരുന്ന ലൈൻ സ്പെക്ട്ര കിട്ടുന്ന ഒരു ലൈറ്റ് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞപ്പം, ഇപ്പം ഇതാണ് അതിൻ്റെ ലൈൻ സ്പെക്ട്ര മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നതിന് മുമ്പെങ്കിൽ, മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ ലൈൻ സ്പെക്ട്രയ്ക്ക് ഒരു വ്യത്യാസം, അതിൻ്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ആട്ടെ, ഇങ്ങനെ വരുന്ന ഒരു വ്യത്യാസം ഇനിഷ്യൽ സ്റ്റേജിൽ നിന്ന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞപ്പം ആ സ്പെക്ട്രയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടാകും. സോ സീമൻ എഫക്റ്റ് ഈസ് എ magneto-optical phenomena discovered by Seeman in 1986. ഇവിടെ we need a source of light. ഒരു source of light വേണം. Producing line spectra തരുന്ന source of light. We required a source of light which produces line spectra. ഇനി നമ്മൾ എന്നാ പറഞ്ഞേ, when we apply an external magnetic field, എന്ത് പറ്റും? This line spectra is split into two or more. രണ്ടോ അതിൽ കൂടുതലോ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. is split into two or more. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇവിടുന്ന് ഇരിക്കുന്ന ഒരെണ്ണം ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ ഇവിടെ ഒരു വ്യത്യാസം വരും അല്ലെ, സെൻട്രലിൽ നിന്നുള്ള ഈ അകലം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീമൻ ഷിഫ്റ്റ്. ഈ പ്രതിഭാസനെ, സ്പ്ലിറ്റിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീമൻ എഫക്റ്റ്. So when we apply an external magnetic field കൊടുക്കുന്നില്ല, ഒരു കുഴപ്പമില്ല. This line spectra is split
into two or more. And that phenomena is called Zeeman effect if it is in the presence of a strong magnetic field. So Zeeman effect is classified into two: normal Zeeman effect and anomalous Zeeman effect. Normal Zeeman effect. Zeeman not over Zeeman effect. Anomalous Zeeman effect. ഇവിടെ എന്ന് പറയുമ്പം നോർമൽ Zeeman effect ഈ spectral lines is split into two or more in the presence of strong magnetic field. And here the splitting of spectral lines into more than three components. ഇവിടെ രണ്ടല്ലെങ്കിൽ 2 or 3 component ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇവിടെ greater than 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. And by the presence of weak magnetic field. ഒരു എക്സ്റ്റേണൽ വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അനോമലസ് Zeeman effect. അപ്പം ഇങ്ങനെ ചോദിക്കാം, വാട്ട് ഈസ് മീൻ ബൈ Zeeman effect, അതിൻ്റെ ഡിഫറെൻ്റ് എഫക്റ്റ്, പിന്നെ എക്സ്പ്ലെയിൻ നോർമൽ Zeeman effect ഓർ അനോമലസ് Zeeman effect. അങ്ങനെ പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്സയാണ്. ഓക്കെ, experimental setup of Zeeman effect. So നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കാൻ വേണ്ടി രണ്ട് മാഗ്നറ്റിക് പോൾസ് വേണം. ഇതിപ്പോ ഒരു മാഗ്നറ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇതിനകം ഡ്രില്ല് ചെയ്ത് തുളച്ചെടുക്കുന്ന എങ്ങനെ? ഇനി അതിന് താഴേക്ക് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഒരു കറണ്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി, ആക്ച്വലി ഇറ്റ് ഈസ് എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രോമാഗ്നറ്റ്. ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കാം. ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പം ഇത് മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്തു. വി ക്യാൻ അപ്ലൈ ഹൈ ഇലക്ട്രിക് ഫീൽഡ്. സോ നമുക്ക് ഇവിടുന്ന് ഒരു കണക്ഷൻ ഫോർ ദ ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. Now a source of light is placed here. ഈ ലൈൻ സ്പെക്ട്ര തരുന്ന ഒരു സോഴ്സ് ഓഫ് ലൈറ്റിനെ ഇതിന് രണ്ടിൻ്റെയും കൃത്യം സെൻറ്ററിൽ വെക്കുക. ചുമ്മാ സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് കാണിക്കാൻ പറ്റുന്നുള്ളൂ. ദിസ് ഈസ് ഹിയർ എ പോസിറ്റീവ് ബയാസ്, ഒരു ഹൈ വോൾട്ടേജ് വാൾ ബാറ്ററി കൊടുക്കണം. ഇനി ഇതിൻ്റെ കമ്പിച്ചോറിൽ, ബാക്കി ഇവിടെ വരുന്ന കമ്പിച്ചോറിൽ ഈ മെറ്റാലിക് പാർട്ടിലൂടെ നമ്മളിങ്ങനെ ചുറ്റിയെടുക്കും. ഇതിൻ്റെ കണക്ഷനിങ് വന്നു വെച്ച് ബാക്കി ഇതിലൂടെ തന്നെ ഇവിടെ വന്ന് യോജിക്കും. സോ ആക്ച്വലി ഇത്രയും കാര്യങ്ങൾ വേണം. ഇനി നമുക്കിത് നോക്കി കാണാൻ നമുക്ക് എന്നാ പറഞ്ഞ സ്പെക്ട്രോഗ്രാഫ്, അല്ലെങ്കിൽ ഇത് കാണണം, ഇവിടെ നിന്നുകൊണ്ട് വ്യൂ ചെയ്യുക. അതിനെ നമ്മൾ ലോങ്ങിറ്റ്യൂഡിനൽ വ്യൂ എന്ന് പറയും. ബിക്കോസ് ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡിന് പാരലലായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡിന് പാരലലാണിത്. ഇനി ഇവിടെ ഒരെണ്ണം വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കാം, പെർപെൻഡിക്കുലർ ആയിട്ട്. ഇത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ മതി. നമുക്ക് ആ സിംഗിൾ ലൈൻ തരുന്ന സ്പെക്ട്ര കിട്ടുന്ന ലൈറ്റ് വെക്കുക.
അതിൻ്റെ അപ്പുറം ഇപ്പുറയും ഇലക്ട്രോമാഗ്നറ്റിക് കേബിൾ, നമുക്കിതിനെ ഇലക്ട്രോമാഗ്നറ്റിക് കേബിൾ എം എന്ന് എഴുതാം. എം ഈ വശത്ത് എം ഉണ്ട്. സോ എം 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 എന്നാണ് ഇതിനകത്ത്? ദ ഇലക്ട്രോമാഗ്നറ്റിക് കേബിൾ അങ്ങനെ എൻ്റെ കൂടെ എഴുതി പോരും കേട്ടോ. മുഴുവൻ നമുക്ക് ഇത് ബോർഡെ എഴുതാൻ പറ്റില്ല. ഇലക്ട്രോമാഗ്നറ്റിക് കേബിൾ വിച്ച് പ്രൊഡ്യൂസിങ് എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതപ്പം ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ പി ദീസ് പോൾസ് ഈസ് എ കോണിക്കൽ പോൾ പീസസ്. കോണിക്കൽ എന്ന് പറഞ്ഞാൽ ഈ കോൺ ഷേപ്പ്. കോണിക്കൽ പോൾ പീസസ് have conical holes drilled through them. Have conical holes drilled through them. ഇനി L എന്ന് പറയണം. L is the light or single spectra produce ചെയ്യുന്ന ലൈറ്റ്. ഹിയർ ഇറ്റ് മേ ബി എ സോഡിയം വേപ്പർ ലാമ്പ്. ഒരു സോഡിയം വേപ്പർ ലാമ്പ് ഇതിൻ്റെ സെൻട്രൽ വെക്കുക. ഇനി എന്നാ ചെയ്യണം? വിച്ച് ക്യാൻ ബി പ്രൊഡ്യൂസ് എ ലൈൻ സ്പെക്ട്ര അല്ലേ? അപ്പം ഇവിടെ നമുക്ക് വരയ്ക്കാം. ഈ സോഡിയം വേപ്പർ ലാമ്പ് തെളിഞ്ഞപ്പം നമ്മൾ ഇതിലൂടെ നോക്കി. ഏത് ലോഞ്ഞിറ്റ്യൂഡിലൂടെ നോക്കിയപ്പം ആദ്യം നമുക്ക് കിട്ടിയ ലൈൻ സ്പെക്ട്ര എന്ന് പറയുന്നത് ഒരു സിംഗിൾ ലൈൻ സ്പെക്ട്ര ആയിരുന്നു, അല്ലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ മാത്രമായിരുന്നു. ഇതാന്നിരിക്കട്ടെ. ഇനി നമ്മൾ എന്ത് ചെയ്തു? നെക്സ്റ്റ് വി അപ്ലൈ എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട് അപ്ലൈ. Applying a strong magnetic field through this electromagnet or MM-ലൂടെ ഹൈ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യും. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇവിടുന്ന് നോക്കാം, ഇവിടുന്ന് നോക്കാം. സോ വി ക്യാൻ ഒബ്സർവ് ദ സീമൻ എഫക്ട് ഇൻ ടു വേ. സോ the Zeeman effect can be observed by two ways. അതിൽ ഒന്നാമത്തെയാണ് ഇത്. ഏത്? ലോഞ്ഞിറ്റ്യൂഡിനൽ. ഫസ്റ്റ് വൺ ലോഞ്ഞിറ്റ്യൂഡിനൽ. അല്ലെങ്കിൽ സെന്റൻസ് ആയിട്ട് നിങ്ങൾ അങ്ങ് എഴുതിയാൽ മതി. ആദ്യം എന്നാ ചെയ്യണം? മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കരുത്. വിതൗട്ട് അപ്ലൈയിങ് മാഗ്നറ്റിക് ഫീൽഡ്, നോട്ട് ദ പൊസിഷൻ ഓഫ് ദ സ്പെക്ട്രൽ ലൈൻ. ഇവിടെയായിരുന്നു സ്പെക്ട്രൽ ലൈനിന്റെ പൊസിഷൻ എന്നിരിക്കട്ടെ. Then we applying a strong magnetic field and view longitudinal. ഇതാണ് ഫസ്റ്റ്. ലോഞ്ഞിറ്റ്യൂഡിനലി, ഇത് ട്രാൻസ്വേഴ്സ്. ലോഞ്ഞിറ്റ്യൂഡിനലി നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിലൂടെ ഈ ഡ്രില്ലിന്റെ മാഗ്നറ്റ് ഡ്രില്ല് ചെയ്ത തുളയിലൂടെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പം ആക്ച്വലി വി ഒബ്റ്റെയിൻ ദാറ്റ് ദ ലൈൻ ഈസ് സ്പ്ലിറ്റ് ഇൻ ടു കമ്പോണന്റ്. സംഭവിച്ചത് ഇതാണ്. ഈ ലൈൻ രണ്ട് കമ്പോണന്റ് ആയിട്ട് മാറി. എപ്പോൾ നോക്കിയപ്പം? ലോഞ്ഞിറ്റ്യൂഡിനലി നോക്കിയപ്പം. പക്ഷെ ഒറിജിനൽ ലൈൻ ആബ്സെന്റും ആയി. ഒറിജിനൽ ലൈൻ നിന്ന പൊസിഷനിൽ നമുക്ക് ലൈൻ കിട്ടിയില്ല. ദാറ്റ് ഈസ് ദ ലോഞ്ഞിറ്റ്യൂഡിനൽ വ്യൂ. ഇപ്പം എന്നെ പറ്റി ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ട് ലോഞ്ഞിറ്റ്യൂഡിനലി നോക്കിയപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന സ്പെക്ട്രൽ ലൈൻ മാറി വെച്ച്
അതിൻ്റെ അപ്രോ ഇപ്രോ 2 ലൈൻ കിട്ടി. അപ്രോ ഇപ്രോ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നായിരിക്കും? ഇവിടെ വേവ് ലെങ്തിൻ്റെ ഗ്രാഫ് ആണെങ്കിൽ ഇവിടെ വേവ് ലെങ്ത് കൂടിയതും വേവ് ലെങ്ത് കുറഞ്ഞതുമായിട്ട് കിട്ടി. ഒറിജിനൽ വേവ് ലെങ്തിലെ ഗ്രാഫ് അപ്രത്യക്ഷമായി. ഓർ the spectral lines is split into 2 components. One is in the shorter wavelength and other is in the longer wavelength than the original line. And at this stage, the original line is not present. ഇനി പോളറൈസേഷൻ എന്ന് പറയുന്ന ഒരു കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിക്കോൾ പ്രിസം ഉപയോഗിച്ചുകൊണ്ട് ഈ ഉണ്ടായ ലൈറ്റിന്റെ പോളറൈസേഷൻ നമുക്ക് പഠിക്കാൻ പറ്റും. നിക്കോൾ പ്രിസം നമ്മളിങ്ങനെ വരച്ചിട്ടൊക്കെ ഉണ്ട്. ഇങ്ങനെ വന്നേച്ചൊരു നിക്കോൾ പ്രിസത്തിലൂടെ കടന്നു പോകുമ്പം ഇത് ഏതെങ്കിലും ഒരെണ്ണം പോളറൈസ് ചെയ്തു പോകും. ഇത് 2 മോഡ് ഓഫ് പെർപെൻഡിക്കുലർ വൈബ്രേഷൻ ലൈറ്റ് വരുന്നെങ്കിൽ ഞാൻ കടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം കട്ട് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഇത് മാത്രമാവും, പെർപെൻഡിക്കുലർ ടു ദ ബോർഡ്, ഈ വൈബ്രേഷൻ ഇല്ലാതെ. അപ്പോൾ ഒരു നിക്കോൾ പ്രിസം ഉപയോഗിച്ച് ഈ പുതിയതായി കിട്ടിയ 2 സ്പെക്ട്രൽ ലൈനെയും പഠിച്ചു കഴിഞ്ഞപ്പം both are circularly polarized in opposite direction. Circularly polarized. വ്യത്യാസം നോക്കിക്കോണം. ഇത് സർക്കുലർലി പോളറൈസ്ഡ്. ഇപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ആരോ ഇങ്ങോട്ടും ഇവിടെ ഒരെണ്ണം അപ്പുറത്തോട്ടും വരയ്ക്കാം. ബിക്കോസ് both are circularly polarized in opposite direction. ആക്ച്വലി ഇങ്ങനെയാണ് നമുക്ക് സീമൻ എഫക്റ്റിന്റെ ലോങ്ങിറ്റ്യൂഡിനൽ വ്യൂവിൽ റിസൾട്ട് കിട്ടുന്നത്. അത് നമ്മൾ ഈ പെർപെൻഡിക്കുലർ ആയിട്ട് വ്യൂ എടുത്തതിനകത്ത് സെക്കൻഡ് മെത്തേഡ്, വ്യൂ ദ സ്പെക്ട്രം പെർപെൻഡിക്കുലർ ഓർ ട്രാൻസ്വേഴ്സ് മോഡ് അല്ലേ, എന്നെങ്കിൽ ട്രാൻസ്വേഴ്സ് ആയിട്ട് വ്യൂ ചെയ്യുക, ഓർ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളുടെ സോഴ്സ് ഓഫ് ലൈറ്റിനെ നോക്കുക. അങ്ങനെ നോക്കിക്കഴിയുമ്പം ആദ്യം ഇതുപോലെ ഒരു ലൈൻ ആയിരുന്നു. ബൈ അപ്ലൈയിങ് എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്, the single spectral line is split into 3 components. 3 സ്പ്ലിറ്റ് ചെയ്തു. അവിടെ നമുക്ക് സെൻട്രൽ ലൈൻ കിട്ടി വിത്ത് ദ പ്രസൻസ് ഓഫ് സെൻട്രൽ ലൈൻ വിത്ത് സെയിം വേവ് ലെങ്ത്. ആദ്യം എവിടെയായിരുന്നു അവിടെ തന്നെ സെൻട്രൽ ലൈൻ കിട്ടി വിത്ത് സെയിം വേവ് ലെങ്ത് ആൻഡ് 2 ലൈൻസ് വിച്ച് ആർ ഡിസ്പ്ലേസ്ഡ് ഫ്രം ദ സെൻട്രൽ ലൈൻ. അപ്പൊ നമുക്കൊന്ന് വരച്ചു നോക്കാം. കൃത്യം ഈ സെൻട്രലിൽ നിന്ന് സെൻട്രൽ എവിടെയോ അവിടെ തന്നെ നമുക്ക് ഒരു ലൈൻ കിട്ടി. അവിടുന്ന് കൃത്യ അകലെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വരുന്നത് പോലെ മറ്റ് 2 ലൈനും കിട്ടി. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരവും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരവും സെയിം ആണ്. ഈ വാല്യൂ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലവും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലവും സെയിം ആണ്. അപ്പൊ ഈ സെൻട്രൽ ലൈനിൽ നിന്ന് ഇങ്ങോട്ട് എത്ര മാറി, ഇത് അല്ലെ സെൻട്രൽ ലൈനിൽ നിന്ന് ഇങ്ങോട്ട് എത്ര മാറി, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീമൻ ഷിഫ്റ്റ്. ദിസ് വൺ ഇവിടുത്തെ പ്രത്യേകത തന്നെയാണ്. നമുക്ക് സെൻട്രൽ ലൈനും കിട്ടും, അതിൻ്റെ അപ്പുറയും ഇപ്പുറയും 2 ലൈൻ കിട്ടും. ഇനി ഇതുപോലെ തന്നെ ബൈ യൂസിങ് നിക്കോൾ പ്രിസം 2 ലൈൻസ് അഡീഷണൽ with same wavelength difference and the difference in wavelength is called Siemann shift.
ആൻഡ് ബൈ യൂസിങ് എ നിക്കോൾസ് പ്രിസം നമുക്ക് ഈ കിട്ടിയ സ്പെക്ട്രത്തിന്റെ പോളറൈസേഷൻ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഔട്ടർ 2 മോഡ് ഓഫ് വൈബ്രേഷനും പുറത്തുള്ള 2 എണ്ണം പ്ലെയിൻ പോളറൈസ്ഡ് ആയിരിക്കും. ഔട്ടർ 2 ലൈൻസ് പ്ലെയിൻ പോളറൈസ്ഡ് are plane polarized with the vibration perpendicular to the applied field. അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയ വൈബ്രേഷൻ ആണ് ഇവർ രണ്ടുപേര്. ഇപ്പൊ ഇതിന്റെ മുകളിൽ ഇങ്ങനെ 2 പെർപെൻഡിക്കുലർ ഇടാം, ഇവിടെ ഒരു പാരലൽ ഇടാം. ഇതിന്റെ പ്രത്യേകത എങ്ങനെയായിരിക്കും? ദ സെൻട്രൽ ലൈൻ അതും പ്ലെയിൻ പോളറൈസ്ഡ് ആയിരിക്കും with the vibration parallel to the applied magnetic field. Actually, this is a transverse. നമ്മൾ എന്ത് ചെയ്യണം? ഈ സെക്കൻഡ് പൊസിഷൻ ഇവിടെ ഇരിക്കുന്ന സ്പെക്ട്രോഗ്രാഫ്, ഇതിന്റെ പേര് സ്പെക്ട്രോഗ്രാഫ് കൊണ്ട് നമ്മളുടെ ലൈൻ സ്പെക്ട്രത്തെ നോക്കുക. മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യത്തെ ലൈൻ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. When we apply an external magnetic field, it is split into 3. Here the central lines is present. 2 additional lines are formed with a higher wavelength and lower wavelength. And the difference between the wavelength from the central wavelength is same for both lines. And that is called Siemann shift. And when we studying the mode of vibration, the both are plane polarized. ഇവിടെ എങ്ങനെയായിരുന്നു? സർക്കുലർ പോളറൈസ്ഡ്. Both are plane polarized. And the outer 2 lines in which the mode of vibration is perpendicular to the applied magnetic field, and the central line, the mode of vibration is parallel to the applied magnetic field. Actually, this is an explanation for the working or experimental setup of Siemann effect. Clear, Lashna? Sir, മനസ്സിലായി.